ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടത്തിന് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ റെഡി ആവുകയാണ്. ഇതാ ഈ ഒരു സെറ്റും മുണ്ടുമാണ് ഞാൻ ഉടുത്തിട്ടുള്ളത്. ഇതെൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുന്ന അമ്പലം തന്നെയാണ്, അടുത്തുള്ള തന്നെയാണ്. അപ്പോൾ പൂജാ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ അകത്തേക്ക് കയറുവാണ്. ഇനി തൊഴുതിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങി. അപ്പോൾ ഇനി നേരെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ പോകുന്ന വഴിക്കുള്ള കണ്ടത്തിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചേ. ഉത്രാടമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇതാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു കണ്ടമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഇതൊരു കണ്ടമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ട്, അത്യാവശ്യം ആഴമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തു. അത്യാവശ്യം കുറച്ചൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങളൊരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനമൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പം ഞങ്ങൾ അത്യാവശ്യം പച്ചക്കറിയും വീട്ടിലേക്കുള്ള സാധനമൊക്കെ വാങ്ങാനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു. ചന്തയും ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒത്തിരി തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ വാങ്ങിയതിന് ശേഷം ഇപ്പോൾ കായ വാങ്ങാൻ പോയതാണ്, നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഓണത്തിന് ഇതുപോലെ ഉപ്പേരിയൊന്നും വറുക്കാറില്ല. ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് തന്നെ വാങ്ങാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഓണത്തിനൊക്കെ ഇതുപോലെ ഉപ്പേരി വറുക്കുന്നത് എനിക്കിഷ്ടമാണ്, അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വന്നപ്പോൾ കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, അവിടെ നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചേക്കുന്നത് അത് റംബൂട്ടാനാണ്. അപ്പോൾ ഒത്തിരി കായുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഷാർജയും സമോസയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് ഒത്തിരി പണിയുണ്ട്, കായ വറുക്കണം. അപ്പോൾ ബാക്കി ക്ലീനിങ്ങും ഒത്തിരി ഉണ്ട്, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതായിപ്പോൾ കായ വറുക്കാൻ പോവാണേ. അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കുവാണ്. ആദ്യം തന്നെ കായയുടെ തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ ഇട്ട് വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുവാണേ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് മാറിപ്പോവും. പെട്ടെന്ന് നമ്മുടെ ഈ തൊലി കളഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് കറുത്തു പോവും. അങ്ങനെ കറുക്കാതിരിക്കാനാണ് ഈ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായയെല്ലാം ഒന്ന് വളരെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കായെല്ലാം ഇപ്പോൾ വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഇട്ടിട്ട് വറുക്കാൻ പറ്റത്തുള്ളൂ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെള്ളത്തിനകത്ത് നമുക്ക് ഉപ്പും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് അത് ഒരു സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചിപ്സിലും നമുക്ക് ഒരുപോലെ കളറും അതുപോലെ തന്നെ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണേ. അങ്ങനെ നമ്മുടെ ഉപ്പേരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കൂടെ ഉള്ളൂ. ഇതുകൂടെ റെഡി ആയി കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.